ഇപ്പം നമ്മുടെ നാട്ടിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അതിപ്രസരം തന്നെ പറയാം. കാരണം നമ്മൾക്കൊരു മാർക്കറ്റിലേക്ക് നമ്മൾ പൈസ ഇറക്കുന്നു, നമ്മൾ കുറച്ച് ക്രിയേറ്റീവ്സ് ഉണ്ടാക്കുന്നു, അത് വെച്ചിട്ട് നമ്മളൊരു എന്താ പറയുക, ഒരു കസ്റ്റമറുടെ ഇൻസൈറ്റ്സ് എടുക്കുന്നു. ആ കസ്റ്റമറിന് അത് എന്താണോ കറക്റ്റായിട്ട് വരുന്ന ഒരു കാര്യം നോക്കിയിട്ട് നമ്മൾ അതിനുള്ള ക്രിയേറ്റീവ്സ് ഉണ്ടാക്കുന്നു, അത് നമ്മൾ പുറത്തേക്ക് വിടുന്നു, അതിനുള്ള റിസൾട്ട് നമ്മൾ എടുക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ബിസിനസ് ഇന്നത്തെ കാലത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ബൂമിങ് വരാൻ വേണ്ടി പോകുന്ന ഒരു കാലഘട്ടമാണ് ഇനി നമ്മൾക്ക് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്ന ഒരു മെയിൻ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പെർഫോമൻസ് മാർക്കറ്റിംഗ്. അപ്പം ഇത്രയും കാലം നമ്മൾ ചെയ്തുകൊണ്ട് വന്നിരുന്ന ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനകത്താണ് ഈ പെർഫോമൻസ് മാർക്കറ്റിംഗ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പം പുതിയതായിട്ട് കുറേ സ്റ്റുഡൻസ് ഇപ്പം അക്കാഡമികളിൽ പഠിക്കാൻ പോകുന്നതും, അല്ലെങ്കിൽ ഇപ്പം കുറേ ബിസിനസ് ഓണേഴ്സ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് നമ്മൾ ലീഡ്സ് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇത് ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ മെയിനായിട്ട് പെർഫോമൻസ് മാർക്കറ്റിങ്ങിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ അതിനകത്ത് നമ്മൾ സ്റ്റഡി ചെയ്ത് പോകാനുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത്, നമ്മൾ മെറ്റ ആർട്സിനകത്ത് പോയിട്ട് നമ്മൾ അതിനകത്ത് എന്തൊക്കെ ഒബ്ജക്റ്റീവ് നമ്മൾ നോക്കണം, അതിനകത്ത് നമ്മൾ കോസ്റ്റ് പെർ ക്ലിക്ക് എത്രയാണ് നോക്കണം, CPC, CPM, CD, അങ്ങനത്തെ നമ്മൾ കുറേ ടെർമിനോളജികൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസും പെർഫോമൻസ് മാർക്കറ്റിംഗ് എങ്ങനെയാണ് ഒരു ബിസിനസ്സിനെ ബാധിക്കുന്നത് എന്നുള്ളതും, അതുകൂടാതെ ഇപ്പോൾ അതിനകത്തൊരു വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു ബിസിനസ്സിലേക്ക് ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് ബിസിനസ് വരുന്നുണ്ട്, ഇതൊക്കെ മോണിറ്റൈസ് ചെയ്യേണ്ടി വരും, നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടി വരും. കാരണം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് എത്ര ബിസിനസ് വരുന്നു, അല്ലെങ്കിൽ നമ്മൾക്ക് ഓഫ്ലൈനിൽ നിന്ന് എന്തൊക്കെ വരുന്നു, റേഡിയോയിൽ നിന്ന് എന്തൊക്കെ വരുന്നു, അല്ലെങ്കിൽ നമുക്ക് TV-യിൽ നിന്ന് എന്തൊക്കെ വരുന്നു, നമ്മൾ കൊടുക്കുന്ന റിപ്പോർട്ടിനനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് വെർബലി റെഫറലായിട്ട് എന്തൊക്കെ ബിസിനസ് വരുന്നുണ്ട്, ഇതൊക്കെ നോക്കിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പെർഫോമൻസ് മാർക്കറ്റിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഒരു സുപ്രഭാതത്തിൽ ഇന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നാളെ നമ്മൾ റിട്ടേൺ എടുക്കുന്നതല്ല. അപ്പോൾ ഈ പെർഫോമൻസ് മാർക്കറ്റിംഗ് നമുക്ക് നല്ലതാണോ മോശമാണോ എന്നൊക്കെയുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ജസ്റ്റ് എന്നെ വെയിറ്റ് ചെയ്യുക. ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് ഫോളോ ചെയ്യുക. നമുക്ക് മാർക്കറ്റിങ്ങും പെർഫോമൻസ് മാർക്കറ്റിങ്ങും പ്രോഗ്രാമാറ്റിക് മാർക്കറ്റിംഗ്, ഇങ്ങനെ കുറേ മാർക്കറ്റിങ്ങുകളെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട് അല്ലെങ്കിൽ അറിയാനുണ്ട്. നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ചെയ്യുന്നില്ലെങ്കിൽ അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ പഠിക്കാൻ വേണ്ടി പോകുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ മെയിനായിട്ട് നിങ്ങൾ ഒരു ബിസിനസ് ഓണറായിട്ട് മാറുക. എന്നിട്ട് ആ ഒരു ബിസിനസ് ഓണർ നിങ്ങളുടെ അടുത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു കൺസ്യൂമറായി മാറുകയും നിങ്ങൾ അതിൻ്റെ ഇൻസൈറ്റിലേക്കൂടെ പോവുകയും എന്തൊക്കെ അതിനകത്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങാൻ പാടുള്ളൂ. വെറുതെ 2 പോസ്റ്റും 4 വീഡിയോ ആക്കി ചെയ്യുന്നതിനെ നമ്മൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഇനി പറയാൻ പറ്റില്ല. കാരണം കളിയൊക്കെ മാറി. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ജസ്റ്റ് എന്നെ ഫോളോ ചെയ്യുക, വെയിറ്റ് ചെയ്യാം. താങ്ക് യു.